എല്ലാവർക്കും മോർ ടേസ്റ്റ് ഇൻ ലെസ് ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് അപ്പം ആണ്. തേങ്ങാ വെള്ളം കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന അപ്പമാണ്. ഇതിനകത്ത് നമ്മൾ ഈസ്റ്റോ സോഡാ പൗഡറോ ചേർക്കുന്നില്ല, പക്ഷേ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം തയ്യാറാക്കിയെടുക്കാം. ഇതിലേക്ക് ആവശ്യമായത് 2 ഗ്ലാസ് പച്ചരിയാണ്. നല്ലവണ്ണം കഴുകി കുതിർക്കുക. 4 മുതൽ 6 മണിക്കൂർ വരെ ഇത് കുതിർത്തെടുക്കണം. ഇനി നമുക്ക് വേണ്ടിയത് അരമുറി തേങ്ങയാണ്. തേങ്ങാ വെള്ളം, ഒരു തേങ്ങയുടെ വെള്ളം അല്ലെങ്കിൽ 2 തേങ്ങയുടെ വെള്ളം വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഈ കുതിർത്ത പച്ചരി നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ല മഷി രൂപത്തിൽ അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ അരയണം. അരച്ചെടുത്ത പച്ചരി മാവിൽ നിന്നും ഒരു വലിയ സ്പൂൺ പച്ചരി മാവ് എടുത്തിട്ട് നമുക്കൊന്ന് കപ്പി കാച്ചിയെടുക്കാം. കപ്പി കാച്ചി കുറുക്കിയെടുക്കാം. അതിനായിട്ട് നമുക്ക് 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഇട്ട് നല്ലോണം മീഡിയം ഫ്ലെയിമിൽ കപ്പി കാച്ചി കുറുക്കിയെടുക്കാം. ഇനി നമുക്ക് തേങ്ങ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. തേങ്ങ ആഡ് ചെയ്യാം. പച്ചരി മാവിലേക്ക് തേങ്ങ ആഡ് ചെയ്തു. ഞാൻ കപ്പി കാച്ചി കുറുക്കിയിൽ അല്പം വെള്ളമിട്ട് അതും ആഡ് ചെയ്തു. തേങ്ങ വെള്ളം ആഡ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടിയത് 2 ടേബിൾ സ്പൂൺ ചോറാണ്. അതും പേസ്റ്റ് പോലെ അരച്ചെടുത്തു. അതും ആഡ് ചെയ്തു. ഇനി എല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് പുളിച്ചു പൊങ്ങാൻ വേണ്ടി വെക്കാം. അത് ഓരോ ക്ലൈമറ്റ് അനുസരിച്ചിരിക്കും. നല്ല ചൂട് കാലാവസ്ഥയാണെങ്കിൽ 4 മുതൽ 6 മണിക്കൂർ വരെ വെച്ചാൽ മതിയാകും. ഇവിടെ ഇപ്പോൾ മഴ ആയതുകൊണ്ട് ഞാൻ 8 മണിക്കൂർ വെക്കേണ്ടി വന്നു. 8 മണിക്കൂറിന് ശേഷം ഞാൻ നോക്കിയപ്പോൾ കണ്ടോ, നല്ല ഫ്ലഫി എയറി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. ഇനി കൺസിസ്റ്റൻസി നോക്കിക്കോളൂ. ഇതാണ് അപ്പത്തിൻ്റെ കൺസിസ്റ്റൻസി. ഇനി നമുക്ക് ഓരോ അപ്പമായിട്ട് ചുട്ടെടുക്കാം. ഒരപ്പം ചുടാനായിട്ട് ഏകദേശം 1 മുതൽ 1.5 മിനിറ്റ് വരെ വേണ്ടി വരും. മീഡിയം ഫ്ലെയിമിലിട്ട് അപ്പച്ചട്ടിയിലിട്ട് ഓരോ അപ്പം ചുട്ടെടുക്കുക. ഇതാണ് നമ്മുടെ ഫസ്റ്റ് അപ്പം. ഞാൻ കാണിച്ചു തരാം. നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ ഓരോ അപ്പവും 1 മുതൽ 1.5 മിനിറ്റ് വരെ നമുക്ക് ചുട്ടെടുക്കാം. കണ്ടോ, ഇത് സെക്കൻഡ് വണ്ണാണ്. അത് നല്ല രീതിയിൽ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഓരോ അപ്പവും സോഫ്റ്റാണ്. ലാസ്റ്റ് മാവ് ഉപയോഗിക്കുന്നത് വരെ അപ്പം നല്ലതായിട്ട് വരും. എനിക്ക് 1 കപ്പ് പച്ചരിയിൽ കിട്ടിയിരിക്കുന്നത് 12 അപ്പമാണ്. അതുപോലെ 2 കപ്പ് പച്ചരിയിൽ നമുക്ക് 24 അപ്പം തയ്യാറാക്കിയെടുക്കാം. ഇത് കണ്ടോ, ലാസ്റ്റ് മാവാണേ. അതുപോലും നല്ല രസമായിട്ട് നമുക്ക് ചുട്ടെടുക്കാം. അങ്ങനെ തേങ്ങാ വെള്ളം കൊണ്ട് നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പം റെഡി. ഇത് നമുക്ക് മുട്ട റോസ്റ്റുമായിട്ട് സെർവ് ചെയ്യാം, ഇല്ലെങ്കിൽ ഏത്തപ്പഴം കറിയുമായിട്ട് സെർവ് ചെയ്യാം. ഇത് 2 മുട്ട റോസ്റ്റിൻ്റെയും ഏത്തപ്പഴ കറിയുടെയും ലിങ്ക് ഞാൻ താഴെ ഷെയർ ചെയ്തിട്ടുണ്ട്. എൻ്റെ എല്ലാ വ്യൂവേഴ്സിൻ്റെയും നന്മയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.